ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ദ ജോബ് ആൻഡ് ദ മാൻ. ഋഷി സുനക് ഷുഡ് നോട്ട് റിപ്പീറ്റ് മിസ്റ്റേക്സ് ഓഫ് പ്രെഡിസിസേഴ്സ് ഇൻ ട്രൈങ് ടു പ്ലീസ് പാർട്ടി എന്നാണ് ഇന്നത്തെ എഡിറ്റോറിയലിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഋഷി സുനക് ആദ്യത്തെ നോൺ വൈറ്റ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിട്ട് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്, എന്താണ് ബ്രിട്ടൻ നേരിടുന്ന ഇപ്പോഴത്തെ ചലഞ്ചസ്, പ്രത്യേകിച്ചും എനർജി ക്രൈസിസിലും അതുപോലെ തന്നെ എക്കോണമിയിലും എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന 3 മാസത്തിനുള്ളിലുള്ള രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററാണ്, ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്ററാണ് ഋഷി സുനക്. അപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് എക്കോണമി ഫേസ് ചെയ്യുന്നത്? എക്കോണമിക് ക്രൈസിസ് ആണ് കൂടുതൽ, കാരണം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. നമുക്കിതിൽ ആദ്യം നോക്കാനുള്ളത് ഋഷി സുനക്കിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പുള്ളിയെ സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. വൈൽ ഈസ് എലക്ഷൻ ആസ് ബ്രിട്ടൻസ് ഫസ്റ്റ് നോൺ വൈറ്റ് പ്രൈം മിനിസ്റ്റർ പോയിന്റ്സ് ടു ദ റെഡിനെസ് ഓഫ് കൺസർവേറ്റീവ് MPs to look beyond the racial and religious barriers for a solution to the crisis both party and country are in. His victory was particularly welcomed by sections in India. പൊതുവേ ഇന്ത്യൻ സെക്ഷൻസ് വളരെയധികം ഹാപ്പിയാണ്, കാരണം ഇന്ത്യൻ ഒറിജിനുള്ള ഒരാൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായി വരുമ്പോൾ എന്തായാലും അവർക്കെതിരെയുള്ള നയങ്ങൾ വരില്ല, കുറേയും കൂടെ കാര്യങ്ങൾ ഈസിയാവും എന്നൊരു ഫീലിംഗ് ആ ഒരു സെക്ഷൻ ഉണ്ടാവും. മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഒരു ഇന്ത്യൻ ഡിസെൻ്റുള്ള ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യൻസും മെജോറിറ്റി ഉള്ള ഒരു ഏരിയയിലേക്ക് ഒരു എന്താ പറയുക, ഒരു വ്യത്യാസമുള്ള നോൺ വൈറ്റ് പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ എന്താണ് പറ്റുക? പൊതുവേ ആൾക്കാർ ചില സെക്ഷൻസിന് പ്രശ്നം ഉണ്ടായേക്കാം. പക്ഷേ കൺസർവേറ്റീവ് പാർട്ടിയിലെ MPമാർ അങ്ങനെ ആലോചിക്കാതെ ഇപ്പോഴത്തെ രാജ്യത്തിന് ഉണ്ടായ പ്രശ്നവും അതുപോലെ തന്നെ എനർജി ക്രൈസിസും അതുപോലെ തന്നെ എക്കോണമിക് പ്രശ്നവും ഒക്കെ സൊല്യൂഷന് വേണ്ടി ഓറിയൻറ്റ് ചെയ്ത് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനേക്കാൾ, ഈ സങ്കുചിതമായ ചിന്തയേക്കാൾ ഒരു വലിയ രീതിയിലുള്ളൊരു ബ്രോഡ് ആസ്പെക്ട്സ് നോക്കിയിട്ടാണ് ഋഷി സുനക്കിനെ പോലെ ഒരാളെ പ്രൈം മിനിസ്റ്ററായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം അതൊരു സിംബോളിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ദ റൈസ് ഓഫ് ഋഷി സുനക്, എ മാൻ ഓഫ് കളർ ആൻഡ് എ പ്രാക്ടീസിങ് ഹിന്ദു ടു ദ പ്രീമിയർഷിപ്പ് ഓഫ് ദ പ്രൊഡോമിനൻ്റ്ലി വൈറ്റ് ക്രിസ്ത്യൻ UK ആസ് ഗ്രേറ്റ് സിംബോളിക് വാല്യൂ. കാരണം എന്താ, UK പ്രൊഡോമിനൻ്റ്ലി ഏത് കാസ്റ്റാണ്, ഏത് മതമാണ്? ക്രിസ്ത്യൻസ് ആണ്. അതുപോലെ തന്നെ പ്രാക്ടീസിങ് ഹിന്ദു ഹു ഈസ് എ നോൺ വൈറ്റ് എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള റേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഋഷി സുനക്കിനെ സെലക്ട് ചെയ്തിരിക്കുക. അത് ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റീൻ്റെ ഭാഗമായിട്ട് കുറേയും കൂടെ ബ്രോഡർ ആസ്പെക്റ്റിൽ ചിന്തിച്ച് ചെയ്യുന്നതാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തിനിടെ രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പുണ്ടായ ആൾ ലിസ് ട്രസ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം, ഈ എക്കോണമിക് ആയിട്ടുള്ള അതുപോലെ തന്നെ എനർജി ക്രൈസിസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം എന്താണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അത് പറ്റിയില്ല. അപ്പോൾ പുതിയ വന്ന ആൾക്ക് അതൊരു ചലഞ്ചാണ്. ഇപ്പോൾ ഋഷി സുനക് പുതിയതായി വന്ന കൺസർവേറ്റീവ് പാർട്ടിയിലെ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വലിയൊരു ചലഞ്ചാണ് ഈ എനർജി ക്രൈസിസ്, ഇൻഫ്ലേഷനൊക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹീസ് നൗ ഇൻ 10 ഡൗണിംഗ് സ്ട്രീറ്റ് പ്രിസൈഡിംഗ് ഓവർ എ പാർട്ടി ദാറ്റ് ഈസ് അറ്റ് വാർ വിത്ത് ഇറ്റ്സെൽഫ് ആൻഡ് എക്കോണമി ദാറ്റ് ഹാസ് എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഓഫ് 45 ബില്യൺ. ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 45 ബില്യനാണ്. ഇറ്റ് ഈസ് ഹെഡഡ് ടുവേർഡ്സ് റിസഷൻ പോലെ വളരെ ഭീകരമായിട്ടുള്ള ഒരു എക്കോണമിക് അവസ്ഥയെ, ഒരു സാമ്പത്തിക മാന്ദ്യത ഫേസ് ചെയ്യുന്ന ഒരു എക്കോണമിയെയാണ് ആര് നേരിടുന്നത്? അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ആര് നേരിടുന്നത്? ഋഷി സുനക്. ദ കൺട്രി ഈസ് ആൾസോ സ്ട്രഗ്ലിംഗ് വിത്ത് എ കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസ് വിത്ത് ഇൻഫ്ലേഷൻ ഹോവറിംഗ് അറൌണ്ട് 10%. സാധാരണഗതിയിൽ നമ്മുടെ എല്ലാ രാജ്യങ്ങൾക്കും പൊതുവേ ഒരു 4%, 5% വരെ ഇൻഫ്ലേഷൻ ഐഡിയലാണെന്ന് പറയും, പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയിൽ വരാനും. പക്ഷേ ഇത് നോക്കൂ, 10% ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10%. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്, ആൾക്കാർക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് ഈ പറഞ്ഞ എക്സ്പെൻസസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന ക്രൈസിസ് നേരിടേണ്ട ആവശ്യം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഒരു ലോങ് ടേം സൊല്യൂഷനാണ് ബ്രിട്ടൻ ആഗ്രഹിക്കുന്നത്. ഒരു മാജിക് സൊല്യൂഷൻ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തടയാൻ പാടില്ല, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗ്രോ ചെയ്യണം, അതുപോലെ തന്നെ മാർക്കറ്റിൽ കോൺഫിഡൻസ് ഉണ്ടാവണം, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ ആൾക്കാർക്ക് ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസും ഗ്രോത്തും ഒക്കെ നിലനിൽക്കെ തന്നെ ഈ പറഞ്ഞ പണപ്പെരുപ്പത്തിനും അതുപോലെ തന്നെ മറ്റ് ക്രൈസിസിനും എന്ത് ചെയ്യണം? ഒരു എമിക്കബിളായിട്ടുള്ള ഒരു വ്യക്തമായ സൊല്യൂഷൻ ഉണ്ടാവും വേണം. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കൂടുന്ന സമയത്ത് പൊതുവേ കോസ്റ്റ് കട്ടിങ് മെഷേഴ്സ് കൊണ്ടുവരും. അത് ആക്ച്വലി ഇപ്പം തന്നെ റിസഷനിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ എക്കോണമിയെ വളരെയധികം ബാധിക്കും. അതുകൊണ്ട് ഋഷി സുനക്കിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് തന്നെ
ഒരു സൈഡിൽ ഗ്രോത്തും ഇൻവെസ്റ്റ്മെൻറ്റും മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ റിസഷൻ പോലെയുള്ള ഇൻഫ്ലേഷൻ പോലെയുള്ള പാരാമീറ്റേഴ്സ് ബാലൻസ് ചെയ്ത് നിർത്തണം എന്നതാണ് ഒരു എക്കോണമിയെ സംബന്ധിച്ച്, ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റഷ്യ ഉക്രൈൻ ക്രൈസിസ് ഉണ്ട്, വാർ ഉണ്ട്, അതുണ്ടാക്കുന്ന എനർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ റിസഷൻ പോലെയുള്ള സാധനങ്ങൾ വളരെയധികം ഡീപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എക്കോണമിക് ക്രൈസിസ് ആണ്. അപ്പോൾ അതിനെയൊക്കെ നേരിടണം എന്നതാണ് ഇപ്പോഴത്തെ എലക്റ്റഡ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഋഷി സുനക്കിൻ്റെ എലക്ഷനുമായി ബന്ധപ്പെട്ട് ന്യൂ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചലഞ്ചസുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ പറയുന്നത്.